ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയ ദോശയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് 250 ഗ്രാം ചെറുപയറും 100 ഗ്രാം പച്ചരി എടുത്ത് നമുക്ക് 1 സ്പൂണ് ഉലുവയുടെ ഇട്ടിട്ട് നമുക്ക് കുതിർത്താൻ വെക്കാം. സന്ധ്യയ്ക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് രാവിലെ ആവുമ്പോഴേക്ക് ഇത് അരച്ചെടുക്കാം. ഇത് കുതിർന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് 1 സ്പൂൺ ജീരകവും ചെറിയ പീസ് ഇഞ്ചി 3 വെളുത്തുള്ളി അല്ലിയും ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചമ്മന്തി ഉണ്ടാക്കാം. 1 മുറി തേങ്ങ എടുത്ത് 3 പച്ചമുളകും ഇട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കരിയാപ്പില ഇട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇത് ചൂടായ ശേഷം ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ചെറുള്ളി അരിഞ്ഞതും കരിയാപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ലേശം ഉപ്പോടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അരച്ചു വെച്ച മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മസാല ദോശയുടെ ഷേപ്പിലാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് ഇതുപോലെ ഉണ്ടാക്കിയാലാണ്. നമ്മുടെ മസാല ദോശയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. കൂടാതെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.